റഷ്യൻ പ്രതിപക്ഷ നേതാവും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ നിരന്തര വിമർശകനുമായ അലക്സി നവൽനി അന്തരിച്ചു. 19 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു അദ്ദേഹം. ആർട്ടിക് പ്രിസൺ കോളനിയിലായിരുന്നു ജയിൽവാസം. നടക്കുമ്പോൾ പെട്ടെന്ന് ബോധരഹിതനായി വീഴുകയായിരുന്നുവെന്നും മെഡിക്കൽ സംഘമെത്തി അടിയന്തര വൈദ്യസഹായം നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. മരണകാരണം എന്താണെന്ന് പരിശോധിക്കുകയാണെന്നും ജയിൽ വകുപ്പ് പ്രസ്താവനയിൽ അറിയിച്ചു. ഭാര്യ യൂലിയ, 2 മക്കളുമുണ്ട്. പുടിൻ്റെ മുഖ്യ രാഷ്ട്രീയ പ്രതിയോഗിയാണ്. 1976 ജൂൺ 4 ജനിച്ച നവൽനി റഷ്യൻ പ്രതിപക്ഷത്തിൻ്റെ കരുത്തനായ നേതാവും പ്രസിഡന്റ് പുടിൻ്റെ മുഖ്യ രാഷ്ട്രീയ പ്രതിയോഗിയുമാണ്. 2021 ഫെബ്രുവരിയിൽ അറസ്റ്റിലായ അദ്ദേഹം വിവിധ കേസുകളുടെ പേരിൽ മോസ്കോയിൽ നിന്ന് 235 കിലോമീറ്റർ അകലെ മെലേഖോവിൽ തടവിൽ കഴിയുകയാണ്. അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ റഷ്യയിൽ ലക്ഷക്കണക്കിന് അനുയായികളെ സൃഷ്ടിച്ച അദ്ദേഹത്തെ പുടിൻ ഏറ്റവും ഭയക്കുന്ന ആൾ എന്നാണ് വാൾ സ്ട്രീറ്റ് ജേണൽ വിശേഷിപ്പിച്ചത്. അഭിഭാഷകനായിരുന്ന നവൽനി 2008 മുതലാണ് റഷ്യൻ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനാകുന്നത്. തൻ്റെ ബ്ലോഗിലൂടെ അഴിമതി വിരുദ്ധ പോരാട്ടം തുടങ്ങിയ അലക്സി നവൽനി വളരെ പെട്ടെന്ന് റഷ്യയിലെ പുടിൻ വിരുദ്ധ രാഷ്ട്രീയ നീക്കങ്ങളുടെ കേന്ദ്രമായി. വലിയ തോതിൽ കൃത്രിമം നടന്നുവെന്ന ആരോപണം ഉയർന്ന 2011 ദേശീയ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം പൊട്ടിപ്പുറപ്പെട്ട ജനകീയ പ്രക്ഷോഭങ്ങളിലും താരമായിരുന്നു. പുടിൻ്റെ യുണൈറ്റഡ് റഷ്യ പാർട്ടിയെ കള്ളന്മാരുടെയും കാപട്യക്കാരുടെയും പാർട്ടി എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം മോസ്കോ മേയർ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുമായി. 2017 റഷ്യൻ പ്രധാനമന്ത്രി ദിമിത്രി മെദ്വൈദേവിൻ്റെ അനധികൃത സമ്പാദ്യങ്ങൾ തുറന്നു കാട്ടുന്ന വീഡിയോ നവൽനി പുറത്തുവിട്ടതോടെ കത്തിപ്പടർന്ന അഴിമതി വിരുദ്ധ സമരത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് അറസ്റ്റിലായത്. 2018 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പുടിനെതിരെ നവൽനി മത്സരിച്ചിരുന്നു. പുടിൻ നടത്തുന്നത് കൃത്രിമ തെരഞ്ഞെടുപ്പാണെന്നാരോപിച്ച് വോട്ടെടുപ്പ് ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത നവൽനിയെ അറസ്റ്റ് ചെയ്തത് ഏറെ പ്രതിഷേധം സൃഷ്ടിച്ചു. വധശ്രമം അടക്കമുള്ള വെല്ലുവിളികൾ നേരിട്ടായിരുന്നു നവൽനിയുടെ മുന്നേറ്റം. കിറോവിലെ സർക്കാർ വക തടിക്കമ്പനിയിൽ നിന്ന് തടി മോഷ്ടിച്ചുവെന്ന കുറ്റം ചുമത്തി 2013 5 വർഷം തടവ് വിധിച്ചു. കെട്ടിച്ചമച്ച കേസിൽ കുടുക്കുകയായിരുന്നുവെന്ന ആരോപണവുമായി റഷ്യയിലെ പ്രധാന നഗരങ്ങളിൽ ആയിരക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങിയതോടെ നവൽനിയെ താൽക്കാലികമായി മോചിപ്പിക്കണമെന്ന സർക്കാർ തന്നെ കോടതിയോട് അഭ്യർത്ഥിച്ചത് അസാധാരണ നടപടിയായിരുന്നു. പിന്നീട് കോടതി അദ്ദേഹത്തെ നിരുപാധികം മോചിപ്പിച്ചു. സൈബീരിയയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ 2020 ഓഗസ്റ്റ് 20 നവൽനി വിഷപ്രയോഗത്തിനിരയായി. സൈബീരിയയിലെ ടോംസ്കോ നഗരത്തിലെ വിമാനത്താവളത്തിൽ വെച്ച് നവൽനി കുടിച്ച ചായയിൽ വിഷം കലർത്തിയിരുന്നുവെന്ന സംശയമാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഉന്നയിക്കുന്നത്. യാത്രക്കിടെ ബോധരഹിതനായി വീണ അദ്ദേഹത്തെ അടിയന്തര ലാൻഡിംഗ് നടത്തി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ജർമ്മനിയിലെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം 2021 ജനുവരി 17 റഷ്യയിൽ മടങ്ങിയെത്തിയെങ്കിലും അറസ്റ്റിലായി. മുൻ ജയിൽവാസകാലത്ത് പരോൾ ചട്ടലംഘനം നടത്തിയെന്നാരോപിച്ചായിരുന്നു അറസ്റ്റ്. പരോൾ ലംഘനത്തിന് 3.5 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു. കോടതിക്കെതിരെ നടത്തിയ വിമർശനങ്ങളുടെ പേരിൽ കോടതി അലക്ഷ്യത്തിൻ്റെയും അഴിമതി വിരുദ്ധ പ്രവർത്തനത്തിന് ലഭിച്ച $47 ലക്ഷം തട്ടിയെടുത്തെന്ന പേരിൽ അഴിമതിയുടെയും പേരുകളിൽ വിവിധ കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ചുമത്തിയിരുന്നു. 2022 ഈ കേസുകളിൽ 9 വർഷം തടവിന് ശിക്ഷിച്ചു. 2023 തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയെന്ന കേസിൽ 19 വർഷം കൂടി തടവ് വിധിച്ചു. ഇതിനിടെ വീഡിയോ ലിങ്ക് വഴി റഷ്യൻ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പുടിൻ്റെ ഉക്രൈൻ ആക്രമണത്തെ നവൽനി രൂക്ഷമായി വിമർശിച്ചിരുന്നു. ജയിലിൽ കടുത്ത
പുറം വേദനയും വലതുകാലിൻ്റെ മരവിപ്പും കാരണം വിഷമിക്കുകയായിരുന്ന നവൽനി ചികിത്സാ സൗകര്യം ആവശ്യപ്പെട്ട് ജയിലിൽ നിരാഹാരം അനുഷ്ഠിച്ചിരുന്നു. നവൽനിയുടെ മോചനത്തിനായി റഷ്യയിലെങ്ങും റാലികൾ നടന്നിരുന്നു. നവൽനിക്ക് ഉടൻ ചികിത്സ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് എഴുത്തുകാരും കലാകാരന്മാരും ഉൾപ്പെടെ പ്രമുഖർ റഷ്യൻ പ്രസിഡന്റ് പുടിന് തുറന്ന കത്തെഴുതുകയും ചെയ്തിരുന്നു. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.